ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ ഒരു 7 ആയപ്പോഴത്തേന് മീനൊക്കെ വന്നു. അപ്പോൾ ഞാൻ കിളിയും ചെറിയ അയില കുട്ടികളും ഉണ്ട്. അപ്പോൾ ഞാൻ കിളി 1 കിലോ വാങ്ങിട്ടോ. നല്ല കണ്ടപ്പോൾ നല്ല കിളി. ഞാൻ അതൊക്കെ ഒത്തു കൊണ്ടയച്ച് പിന്നെ അതിനെയൊക്കെ പറഞ്ഞയച്ച് പിന്നെ ഒരു 11 മണി ആയിക്കണ്. അപ്പോൾ എനിക്ക് 2 ഗസ്റ്റുകൾ വന്നിക്കണം കേട്ടോ. മൂത്തച്ഛൻ്റെ മോളുമാണേ. അങ്ങനെ മോള് അകത്തേക്ക് ഓടി കയറുക കേട്ടോ. ആദ്യം അതും ഉണ്ടാവും വിചാരിച്ചേ. ആദ്യം അതും ഇല്ലേട്ടി ഓക്ക് ഭയങ്കര ബോറടി. അപ്പോൾ വിരുന്നാർ വന്നിട്ട് പച്ചക്കറിയാണ് കേട്ടോ. പിന്നെ ഞാൻ ചോറൊക്കെ ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കിയും ചെയ്തിക്കണ്. ചോറ് വെക്കലൊക്കെ കഴിഞ്ഞിട്ടല്ലേ പിന്നെ ഓലെ വരവ്. പിന്നെ ഉപ്പേരിയൊക്കെ മക്കൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി കണ്ടല്ലോ വേഗം ഉണ്ടാക്കുമല്ലോ. അപ്പോൾ മീനും വാങ്ങിക്കണ്. അപ്പോൾ പിന്നെ പച്ചക്കറി ഉണ്ടായപ്പോൾ അവിയലും ഉണ്ടാക്കുക. പിന്നെ കുറച്ച് രസം ഉണ്ടാക്കിക്കണ്. മീൻ പൊരിച്ചും ചെയ്തിക്കണ്. അപ്പം മോളെ വർത്താനം കേൾക്കാനേ നല്ല രസം കേട്ടോ. അപ്പം അതിങ്ങനെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയതാണ്. ഞങ്ങൾ അമ്പലപ്പടിക്കലല്ലേ നിങ്ങളല്ലേ കിണറ്റിങ്ങ കൊളവട്ടത്താ എൻ്റെ കൊളവട്ടത്ത് വീട്ടിൽ ആരൊക്കെയുണ്ട്? അത്ര ആളുള്ളൂ? പപ്പിയുണ്ടോ? പപ്പ കത്തർക്ക് പോയോ? ആ പാപ്പ. അവളെ സംസാരം കേൾക്കാനേ നല്ല രസം കേട്ടോ. അപ്പം അത് എങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പം ആദ്യം വന്ന് കയറിയപ്പോൾ തന്നെ ആദിനെ അവളെ തിരയണം. അപ്പോൾ അവരും ഇവിടെ ഇല്ലേറ്റ് നമുക്ക് ഭയങ്കര എന്താ പറയുക ഒരു ബോറടി. അപ്പം ഞങ്ങൾ പച്ചക്കറി ഇങ്ങനെ അരിയാണ്. അപ്പോൾ അവിടെ വന്ന് കയറി ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുകയാണ്. പിന്നെ ഓലിവിടെ കിണറ്റിങ്ങൽ നമ്മളെ കരുളായി കിണറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്താട്ടോ അവർ താമസിക്കണത്. പിന്നെ മോളെ കല്യാണം കഴിച്ചത് കൊളവട്ടത്തേക്കാണ്. അതും കരുളായി പഞ്ചായത്തിൽ തന്നെയാണ്. ഇതൊക്കെ 3 സ്ഥലം. ഇത് ചെറിയ മൂത്തച്ചി കേട്ടോ. എനിക്ക് ഇനിയും വേറെ 2 മൂത്തച്ചികളും ഒരു ഇളച്ചിയും കൂടി ഉണ്ട്. ഞങ്ങൾ 5 ആളാണ്. 5 ആണും 5 പെണ്ണുമാണ് കേട്ടോ. ഇവിടെ ഓല് വന്നപ്പോൾ തന്നെ 11:30 ആയിക്കണം കേട്ടോ. ഓല് വന്നിട്ടാ പിന്നെ അവിയലിന് കഷ്ണം അരിയണതും വെക്കണതൊക്കെ. മീനൊക്കെ നന്നാക്കി ഞാൻ മസാലയൊക്കെ തേച്ച് വെച്ചിനി. അപ്പം ഇന്നത്തെ വീഡിയോസ് ഇങ്ങനെയൊക്കെയാണ്. വല്ലാതെ റെസിപ്പീസൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ രസം ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ ചെറിയ റെസിപ്പി എടുത്തേക്കണേ. കാരണം ഓൾറെഡി ഞാൻ ഒരു രസത്തിൻ്റെ റെസിപ്പി ഇട്ടതാണ്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ മീൻ കുറച്ചധികം പൊരിക്കാണ്ട്. അപ്പോൾ ഞാൻ വലിയ ചട്ടി തന്നെ അടുപ്പത്ത് വെച്ചിക്കണ്. അപ്പം ഇനി കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചെടുത്ത്, വെളിച്ചെണ്ണ അല്ല ഓയിലാണ് കേട്ടോ. ഓയിൽ ഒഴിച്ചെടുത്ത് പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ടുകൊടുത്ത് പിന്നെ നമ്മളെ മീൻ മസാല തേച്ചത് അതും വെച്ചെടുത്ത്. ഇപ്പം വെളിച്ചെണ്ണ ഒന്നും എടുക്കൂലല്ലോ. അപ്പോൾ വെളിച്ചെണ്ണക്കും തേങ്ങക്കും ആണല്ലോ പൊന്നിൻ്റെ വില. അപ്പം അങ്ങനെ കിളിമീനൊക്കെ പൊരിച്ചെടുക്കാൻ വേണ്ടി ചട്ടിക്ക് ഇട്ട് കൊടുത്തേക്കണേ. അപ്പം നമ്മളെ വീഡിയോസ് കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. ഇന്ന് പിന്നെ അധികം തിരക്കൊന്നും ഇല്ലാത്ത ദിവസമാണ് കേട്ടോ. ഓർഡറുകളൊന്നുമില്ല. അപ്പോൾ ഇന്നലെ താത്ത വരാൻ വേണ്ടി നിന്നീനി തോന്നുന്നു. എനിക്ക് വിളിച്ചിനി എനിക്ക് എന്താ പണിയെന്നൊക്കെ ചോദിച്ചങ്ങാണ്ട്. അപ്പോൾ പിന്നെ ഇന്നലെ ഭയങ്കര വിഷയം സംസാരിക്കാനൊന്നും നേരലായിട്ട് പിന്നെ താത്ത അതുകൊണ്ട് ഇന്നലെ വന്നില്ല എന്നപ്പോൾ ഇന്ന് എന്നോട് പറഞ്ഞു കേട്ടോ. അവനോട് പറഞ്ഞു എനിക്ക് ഇന്നലെ ഭയങ്കര തിരക്കല്ലേ വെച്ചിട്ടാണ് ഇന്നലെ വരാഞ്ഞത്. അതാണ് ഞങ്ങൾ പിന്നെ ഇന്ന് വന്നത്. അറിഞ്ഞത് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. അപ്പം നമ്മൾ അവിയൽ ഉണ്ടാക്കുമ്പോഴേ ചേമ്പ് ഇട്ട് കൊടുക്കണവര് ആരെങ്കിലും ഉണ്ടോ? ചേമ്പൊന്ന് ഇട്ട് കൊടുത്തുകൊണ്ട് അവിയൽ ഉണ്ടാക്കി നോക്കണ്ടേ. അപ്പം നല്ല രസമാണ് കേട്ടോ. അപ്പം അവിയലിനുള്ളതൊക്കെ നല്ല ഉഷാറായി കട്ട് ചെയ്തിരിക്കണം താത്ത. അപ്പം അതിൻ്റെ ചൊറുക്ക കണ്ടിട്ട് ഞാനൊന്ന് വീഡിയോസ് എടുത്തതാണ്. എന്താ പറയുക, കട്ടില്ലാതെ കനല്ലാതെ അരിഞ്ഞിരിക്കണം. പച്ചക്കറിയൊക്കെ കഴുകിയിട്ട് തന്നെയാണ് അരിഞ്ഞെടുത്തത്. എന്നാലും ഒന്നും കൂടി താത്ത കഴുകി എടുക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ അവിയലും സാമ്പാറൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കും കേട്ടോ. പിന്നെ എന്താ പറയുക, എല്ലാവരും ചോറ് കുറച്ച് കഴിക്കണോലാണ്. ഉപ്പേരി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് കുറച്ച് അധികം കഴിക്കും. അപ്പോൾ അങ്ങനെ അവിയൽ കുറച്ച് അധികം ഉണ്ടാക്കി. പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് അവിയൽ. ഇതൊന്നും പിന്നെ നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന സാധനങ്ങളല്ലല്ലോ. പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക, കുറേ അധികം ആൾക്കാർ വേണം. എന്നിട്ട് ഇങ്ങനെ കൂടി ഭക്ഷണം കഴിക്കണം. അപ്പോൾ നമുക്ക് കഴിക്കാനും തോന്നുള്ളൂ. ഇച്ഛാണ് കേട്ടോ. എല്ലാവരും പാടെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാക്കാനും കഴിക്കാനൊക്കെ നല്ല രസമാണല്ലോ. വർത്താനം പറഞ്ഞ് കഴിക്കുമ്പോഴൊക്കെ നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ അതൊരു എന്താ പറയുക, ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നങ്ങാണ്ട് കഴിക്കുമ്പോൾ അത് രസമല്ല. എല്ലാവരും ഉണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാക്കാനും തോന്നും. അപ്പോൾ പിന്നെ രസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടത്. അപ്പോൾ ഞാൻ കുറച്ചധികം വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയും ഒരു മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഇപ്പം എന്താ 1/2 സ്പൂണ് നല്ല ജീരകം, 1/2 ടീസ്പൂണാണ് കേട്ടോ. പിന്നെ ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് ഇട്ട് കൊടുത്തേക്കണ്. കുരുമുളക് കുറച്ചും കൂടി ഇട്ട് കൊടുത്തേക്കണ്. ആ ക്ലിപ്പിൻ്റെ കയ്യിൽ നിന്ന് പൊയ്ക്കണ്. അപ്പം ഇതൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നല്ലോണം അരയണ്ട.
ഞാനത് ക്രഷ് ചെയ്ത് കൊടുത്തങ്ങാണ്ട് പിന്നെ നമ്മൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചുകൊണ്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇതൊക്കെ പിന്നെ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ ചൂടായപ്പോൾ ഞാൻ കടുകും താത്തയാണ് പിന്നെ ഉണ്ടാക്കുന്നത്. കടുകും ഉലുവി ഇട്ട് പൊട്ടിച്ചു. പിന്നെ ഞങ്ങൾ അവിയലുണ്ടല്ലോ, പിന്നെ സാമ്പാർ ഉണ്ടാക്കിയിട്ടില്ല, കറി പിന്നെ രസം മതി വിചാരിച്ചുകൊണ്ട് രസം മീൻ പൊരിച്ചേക്കുവാണ് കേട്ടോ. പിന്നെ വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ തക്കാളി ഇട്ട് കൊടുത്തുകൊണ്ട് നല്ലോണം വഴറ്റി കൊടുത്തു. താത്ത മീൻ പൊരിച്ചതും പിന്നെ അവിയലൊക്കെ ഉണ്ടല്ലോ അതന്നെ മതി പറഞ്ഞാൽ പിന്നെ രസം ഉണ്ടാക്കിയാൽ ഇനി കറി വാണ്ടിയവർക്ക് അത് ഒഴിച്ച് കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് രസം ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ ഇവിടെ ഒരു സാമ്പാറും കൂടി ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് നേരമില്ല. കാരണം ഇപ്പം തന്നെ 2 മണി 2:15 കഴിക്കണ ഈ അടുപ്പത്ത് ഇങ്ങനെ രണ്ടാളും നല്ലോണം വർക്കിങ്ങിലാണ്. അപ്പം ഞാൻ രാവിലെ എൻ്റെ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എഡിറ്റിങ്ങിനും ഒക്കെ ഞാനിങ്ങനെ വോയിസ് കൊടുക്കാനും എഡിറ്റിങ്ങിനൊക്കെ മക്കൾ പോയാൽ പിന്നെ അതിനിരിക്കും. അപ്പോൾ അതൊക്കെ പാടാണ് ഇങ്ങനെ നേരം വൈകണത്. അല്ലെങ്കിൽ പിന്നെ ഓലൊക്കെ വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ പിന്നെ വേഗം പണിയൊക്കെ ഒരുക്കി വെക്കും. ഒന്നാമത് എഡിറ്റിങ്ങിൻ്റെ പിന്നാലെ ഇരുന്നുകൊണ്ടാണ് ഇങ്ങനെ സമയമാവണത്. അതേപോലെ 2:30 അംഗൻവാടിയിലൊരു മീറ്റിംഗ് ഉണ്ട് പറഞ്ഞ് അതിന് തന്നെ ഞാൻ പോയത് പിന്നെ 3:15 ആയിക്കണ്. അംഗൻവാടിയത്തെ മീറ്റിങ്ങൊക്കെ പകുതിയായിട്ടാണ് ഞാൻ എത്തിയത്. പിന്നെ നമുക്ക് അതിലേക്ക് മസാലപ്പൊടികൾ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് മുളകും പൊടി, 1/2 സ്പൂണ് മല്ലിപ്പൊടി, ഇത് 3ആണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇത് 3ഉം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റി കൊടുത്തിട്ട് വേണം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയൊക്കെ ഞങ്ങൾ വെള്ളത്തിലിട്ട് വെച്ചിനി കേട്ടോ. അത് നല്ലോണം പിഴിഞ്ഞാണ്ട് അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ രസം നല്ല ലൂസിലല്ലേ ഉണ്ടാവുക. അപ്പോൾ പിന്നെ അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിക്കണ്. അപ്പോൾ നമുക്ക് രസപ്പൊടിയൊന്നും ഇല്ലാതെ നമ്മളെ വീട്ടിൽ നാടൻ രീതിയിൽ തയ്യാറാക്കട്ടെ രസം. ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ മസ്റ്റായിട്ടും മല്ലിച്ചപ്പിൻ്റെ ഇല വേണം കേട്ടോ. അത് ഇട്ട് കൊടുക്കണ ക്ലിപ്പൊന്നും എൻ്റെ കയ്യിൽ നിന്ന് പോയിന്നില്ല. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് മേലെ കഴുകാൻ വേണ്ടി പോയി. അപ്പോൾ താത്തയാണ് പിന്നെ അത് ഉണ്ടാക്കിയത്. അപ്പോൾ ലാസ്റ്റ് മല്ലിച്ചപ്പ് എടുക്കണ ഭാഗം കിട്ടിയിട്ടില്ല. പിന്നെ ഉപ്പ് കമ്മിയുള്ളപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തുങ്ങാണ്ട് മിക്സ് ചെയ്ത് കൊടുത്തേക്കണം. അങ്ങനെ പിന്നെ എല്ലാവരും നിസ്കാരം കഴിഞ്ഞ് വന്നുങ്ങാണ്ട് ചോറ് തിന്നാണ്. അപ്പോൾ വിരുന്നാർ വന്നിക്കണ വിചാരിച്ചങ്ങാണ്ട് ഭക്ഷണം ഹാൾക്ക് നമ്മളെ ടേബിൾ മൊക്കൊന്നും കൊണ്ടുപോയി വെച്ചിട്ടില്ല. നമ്മൾ അടുക്കളയിൽ തന്നെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കണത്. നമ്മൾ ഈ കൗണ്ടർ ടോപ്പ് ഉണ്ടല്ലോ അത് കുറച്ച് വീതിയിൽ നമ്മളെ ഈ ടേബിൾ രൂപത്തിൽ ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ അവിടെ ഇരുന്ന് തന്നെ ഭക്ഷണം കഴിക്കുക. അങ്ങനെ നമ്മളെല്ലാവരും ഒപ്പം ഇരുന്നുങ്ങാണ്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിക്കുമ്പം ഒരു രസമാണല്ലോ. ഭക്ഷണമൊക്കെ എല്ലാവർക്കും നല്ലോണം കഴിക്കാൻ കഴിയും ചെയ്യും. ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണ മാതിരിയല്ലല്ലോ. ഇവിടെ പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ ഇവരെല്ലാവരും പോയാൽ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് മീറ്റിംഗ് ഉണ്ട് അംഗൻവാടിയിൽ പറഞ്ഞല്ലോ. അപ്പോൾ ടീച്ചർക്ക് ഞാൻ മെസ്സേജ് അയച്ചങ്ങാണ്ട് ചോദിക്കും എനിക്ക് വിരുന്നാരുണ്ട് അപ്പം ഞാൻ വരൽ നിർബന്ധമാണോ ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞേ വരാൻ ഞാൻ പറ്റൂല പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ചങ്ങാണ്ട് പെട്ടെന്ന് പോയിട്ടോ. രസത്തിൽ പിന്നെ ലാസ്റ്റ് മല്ലിച്ചപ്പൊക്കെ ഇട്ടേക്കണേ. അപ്പോൾ രസത്തിൽ മല്ലിച്ചപ്പ് നിർബന്ധമാണല്ലോ, അതെന്തായാലും മസ്റ്റാണല്ലോ. അപ്പോൾ അത് ഇട്ടൊന്നും വീഡിയോസിൽ ഉൾപ്പെട്ടിട്ടില്ല. അപ്പം അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് മീറ്റിങ്ങിന് പോയി വന്നുട്ടോ. ഞാൻ വന്നിട്ടാണ് പിന്നത്തെ വീഡിയോ. ഇവിടെ റംബുട്ടാൻ്റെ മരം ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞങ്ങളൊക്കെ നോക്കിയിട്ട് റംബുട്ടാൻ കണ്ടില്ല. ഓള് പോയി നോക്കിയിട്ട് നട്ടോ ഓളെ വിളിച്ചാൽ ഓള് പോയി നോക്കിയിട്ട് ഏതായാലും കണ്ടുങ്ങാണ്ട് ഒക്കെ പറിച്ച് വന്നിക്കണ്. ഓളെ മകൾക്ക് ഇഷ്ടമാണ് റംബുട്ടാൻ. ആദ്യം അത് വന്നപ്പോൾ തന്നെ ഓൾക്ക് ഉഷാറായിട്ടോ, കളിക്കാൻ ആളായല്ലോ. കുറച്ച് നേരമൊക്കെ പിന്നെ ഓലൊപ്പം നിന്നപ്പോൾ പിന്നെ ഓൾക്ക് പോകാനുമായി. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ ആദ്യം പരാതിയും കൊണ്ട് വരുന്നുണ്ട്, വാവ കാട്ടി ഇറങ്ങാണ്ട് പെരും കരച്ചിലുമാണ്, ഉണ്ടാക്കി കരയുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളധികം തിരക്കുകളൊന്നും ഇല്ലാത്ത ദിവസത്തെ വീഡിയോസാണ് ഇപ്പോൾ ഇതുവരെ നിങ്ങൾ കണ്ടത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ നമ്മളന്ന് വീഡിയോസ് ഇവിടെ വെച്ചുകൊണ്ട് വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.